സംഭവബഹുലമായ 2025 മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ മെക്സിക്കോയുടെ ഫാത്തിമ ബോഷിന് കിരീടം. മത്സരവേദിയിൽ അവതാരകന്റെ പരസ്യ ഭീഷണിക്കെതിരെ ശബ്ദമുയർത്തിയതിലൂടെ ഇപ്രാവശ്യത്തെ മിസ് യൂണിവേഴ്സ് മത്സരത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായിരുന്നു 25-കാരിയായ ഫാത്തിമ ബോഷ്. തായ്ലാന്റിലെ ബാങ്കോങ്ങിനടുത്ത നന്ദാപുരിയിൽ നടന്ന ചടങ്ങിൽ കഴിഞ്ഞ വർഷത്തെ വിജയി ഡെൻമാർക്കിന്റെ വിക്ടോറിയ ജെയർ-തെയ്വിക് ഫാത്തിമയെ 74-ാം മിസ് യൂണിവേഴ്സ് കിരീടം അണിയിച്ചു. തായ്ലാന്റിന്റെ പ്രവീണാർ സിംഗ് ഫസ്റ്റ് റണ്ണറപ്പും വെനസ്വേലയുടെ സ്റ്റെഫാനി ആൻഡ്രിയാന 3-ാം സ്ഥാനവും നേടി. ഫിലിപ്പീൻസിന്റെ അക്തിസ മണാലോ 4-ാം സ്ഥാനവും ഐവറി കോസ്റ്റിന്റെ ഒലീവിയ യാസെ 5-ാം സ്ഥാനത്തുമെത്തി. ഇന്ത്യയെ പ്രതിനിധീകരിച്ച മാണിക്യ വിശ്വകർമ്മ ആദ്യ 12-ൽ ഇടം നേടാതെ പുറത്തായി. 5 വർഷത്തിന് ശേഷമാണ് മെക്സിക്കോ വീണ്ടും വിശ്വസുന്ദരി പട്ടം ചൂടുന്നത്. മെക്സിക്കോയിലെ തബാസ്കോയിലെ വിൽഹെർമോസ സ്വദേശിനിയാണ് ഫാത്തിമ ബോഷ്. കഴിഞ്ഞ 3-ന് മിസ് യൂണിവേഴ്സ് ഡയറക്ടർ നവത് ഇറ്റ്സരാഗ്രിസിൽ ഫാത്തിമയോട് ആക്രോശിക്കുന്നതിന്റെയും അപമാനിക്കുന്നതിന്റെയും വീഡിയോ പുറത്തു വന്നിരുന്നു. ഫാത്തിമയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മറ്റു മത്സരാർത്ഥികൾ ചടങ്ങിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിന്റെ ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ജമൈക്കൻ മത്സരാർത്ഥിക്ക് വേദിയിൽ നിന്ന് വീണ് പരിക്കേറ്റതും വിധികർത്താക്കളിൽ ചിലർ രാജിവെച്ചതും ഇത്തവണത്തെ മിസ് യൂണിവേഴ്സ് മത്സരത്തെ വിവാദത്തിലാക്കി. വിവാദങ്ങൾക്കൊടുവിൽ സംഘാടകർ നവതിനെ ചുമതലയിൽ നിന്ന് മാറ്റുകയും ചെയ്തു. 120 രാജ്യങ്ങളിൽ നിന്നുള്ള മത്സരാർത്ഥികളാണ് മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ പങ്കെടുത്തത്. ഇതാദ്യമായി പാലസ്തീനെ പ്രതിനിധീകരിച്ചും മത്സരാർത്ഥി ഉണ്ടായിരുന്നു. ഇന്ത്യൻ ബാഡ്മിന്റൺ താരം സൈന നെഹ്വാൾ വിധികർത്താവായിരുന്നു. പോർട്ടോറീക്കോയിലാണ് അടുത്ത വർഷത്തെ മിസ് യൂണിവേഴ്സ് സൗന്ദര്യ മത്സരം. മെക്സിക്കോയിലും ഇറ്റലിയിലുമായി ഫാഷൻ പഠനം നടത്തുന്ന ബോഷ് സുസ്ഥിരമായ ഡിസൈനുകൾ നിർമ്മിക്കുന്നതിലും ഉപേക്ഷിച്ച വസ്തുക്കൾ കൊണ്ട് ഫാഷൻ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. രോഗികളായ കുട്ടികൾക്കായി സന്നദ്ധ പ്രവർത്തനം, പരിസ്ഥിതി ബോധവൽക്കരണം, കുടിയേറ്റക്കാരെയും മാനസികാരോഗ്യ പ്രശ്നമുള്ളവരെയും പിന്തുണയ്ക്കൽ തുടങ്ങിയ കാര്യങ്ങളും ചെയ്തു വരുന്നു.